എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി അലക്സ്. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കറണ്ട് അഫയറിന്റെ ക്ലാസ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. 2025 സർക്കാർ പദ്ധതികൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് 2025 സർക്കാർ പദ്ധതികൾ നോക്കാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പം എന്താണ് ഭാരത് ബ്രാൻഡ് പദ്ധതി എന്ന് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യയിലെ സഹകരണ സ്ഥാപനങ്ങളിൽ നിർമ്മിക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ഏകീകൃതമായിട്ട് ബ്രാൻഡിങ് നൽകുന്ന പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? ഭാരത് ബ്രാൻഡ് പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഭാരത് ബ്രാൻഡ് പദ്ധതി എന്ന് പറയുന്നത്? ഇന്ത്യയിലെ സഹകരണ സ്ഥാപനങ്ങളിൽ നിർമ്മിക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങൾക്ക്, ഇതുപോലത്തെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ഏകീകൃത ബ്രാൻഡിങ് നൽകുന്ന പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? ഭാരത് ബ്രാൻഡ് പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? കേന്ദ്ര സഹകരണ മന്ത്രാലയമാണ് കേട്ടോ. പദ്ധതി ആരംഭിച്ചത് ആരാണ്? എന്താണ്? കേന്ദ്ര സഹകരണ മന്ത്രാലയമാണ്. കേന്ദ്ര സഹകരണ മന്ത്രാലയമാണ് ഏത് പദ്ധതി ആരംഭിച്ചത്? ഈ ഭാരത് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി ആരംഭിച്ചത്. എന്തിനു വേണ്ടിയിട്ടാ? ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ഒരു ഏകീകൃത ബ്രാൻഡിങ് നൽകുക എന്നതായിരുന്നു എന്ത്? ഈ ഭാരത് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയുടെ ലക്ഷ്യം കേട്ടോ. ഇനി ശ്രദ്ധിച്ചേ, അടുത്ത നോക്കാം. എന്താണ് പാർത്ത് യോജന എന്ന് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. പ്രതിരോധ സേനകളിലും സംസ്ഥാന പോലീസ് സേനയിലും പ്രവേശനം എളുപ്പമാക്കുന്നതിന് വേണ്ടി ശാരീരികമായും മാനസികമായും യുവാക്കൾക്ക് പരിശീലനം നൽകാൻ വേണ്ടിയിട്ടാണ് ഏത് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്? ഈ പാർത്ത് യോജന എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ? ശ്രദ്ധിച്ചേ, പ്രതിരോധ സേനകളിലും സംസ്ഥാന പോലീസ് സേനയിലും പ്രവേശനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ശാരീരികമായും മാനസികമായും യുവാക്കൾക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? ഈ പാർത്ത് യോജന എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കിയേ, പദ്ധതി ലക്ഷ്യം എന്താ നോക്കിയേ? രാജ്യസ്നേഹം വളർത്തുക, നൈപുണ്യം വികസനം മെച്ചപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളവയൊക്കെയാണ് എന്ത് എന്ന് പറയുന്നത്? ഈ ഒരു പാർത്ത് യോജനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ് പദ്ധതി ലക്ഷ്യങ്ങൾ? രാജ്യസ്നേഹം വളർത്തുക, നൈപുണ്യ വികസനം മെച്ചപ്പെടുത്തുക, അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക. ആ ഒരു രാജ്യസ്നേഹിയായിട്ട് നമ്മുടെ സ്കില്ലൊക്കെ ഒന്ന് ഡെവലപ്മെന്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് കൂടുതൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ പാർത്ത് യോജനയുടെ ലക്ഷ്യമായിട്ട് വരുന്നത് കേട്ടോ. ഇനി നോക്കിയേ, 2025-26 വർഷത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ ദിവസ വേതനം എത്രയാണ്? ദിവസ വേതനം 369 രൂപയാണ് കേട്ടോ. എത്രയാണ്? 369 രൂപ. 2025 ജനുവരി 2025-26 വർഷത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ ദിവസ വേതനമാണ് 369 രൂപ കേട്ടോ. നിലവിൽ 346 രൂപയായിരുന്നു. ഇതാണ് എന്ത് ചെയ്തിരിക്കുന്നത്? 369 രൂപയായിട്ട് ഉയർത്തിയത് കേട്ടോ. കേരളത്തിലെ വേതന വർധനം എത്രയാണ്? 23 രൂപയാണ് കേട്ടോ. 23 രൂപയാണ്. ഇനി ശ്രദ്ധിച്ചേ, തൊഴിലുറപ്പ് ദിവസ വേതനം 400 രൂപയാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? തൊഴിലുറപ്പ് വേതനം 400 രൂപയാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? അത് ഹരിയാനയാണ് കേട്ടോ. ഹരിയാനയാണ് കേട്ടോ. എത്രയാണ്? 400 രൂപയാക്കിയ ആദ്യ സംസ്ഥാനം ഹരിയാനയാണ്. അതുപോലെ നോക്കിയേ, ഏറ്റവും കുറവ് വേതനം നൽകുന്ന സംസ്ഥാനം ഏതാണ്? സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അത് അരുണാചൽ പ്രദേശും അതുപോലെ തന്നെ നാഗാലാൻഡുമാണ്. എത്ര രൂപയാണ്? 241 രൂപ വീതം മാത്രമേ ഉള്ളൂ തൊഴിലുറപ്പുകാർക്കുള്ള ശമ്പളം എന്ന് പറയുന്നത് കേട്ടോ. ദിവസവേതനം, അവരുടെ ദിവസവേതനം എന്ന് പറയുന്നത് 241 രൂപയേ ഉള്ളൂ. ഇവിടെ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്. ഏറ്റവും കുറഞ്ഞ വേതനം നൽകുന്ന സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്. ഏറ്റവും കൂടുതൽ കിട്ടുന്നതോ ഹരിയാനയാണ് കേട്ടോ. അത് എത്രയാണ്? അവരുടെ തൊഴിലുറപ്പുകാരുടെ ദിവസവേതനം എത്രയാണ്? 400 രൂപയാണ് കേട്ടോ. ഇനി നോക്കിയേ, എന്താണ് PM മുദ്ര യോജന നോക്കാം. 2025 10ാം വാർഷികം ആഘോഷിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് PM മുദ്ര യോജന എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഈ പദ്ധതി നോക്കിയേ, ചെറുകിട വ്യവസായ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനായി സംരംഭകർക്ക് വായ്പ നൽകുന്ന പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? ഈ PM മുദ്ര യോജന എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ആർക്ക് വേണ്ടിയിട്ടാ? ചെറുകിട യൂണിറ്റുകൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് വ്യവസായം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട്, സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് നൽകുന്ന തുക നൽകുന്ന ഒരു പദ്ധതിയാണ്, വായ്പ നൽകുന്ന പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? PM മുദ്ര യോജന എന്ന് പറയുന്നത് കേട്ടോ. ഈ പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 2015
ഏപ്രിൽ 8-നാണ് കേട്ടോ. പദ്ധതി ആരംഭിച്ചത് 2015 ഏപ്രിൽ 8-നാണ്. 2025 10-ാം വാർഷികം ആഘോഷിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? PM മുദ്ര യോജന എന്ന് പറയുന്നത് കേട്ടോ. ഇനി ശ്രദ്ധിച്ച എന്താണ് സമുന്നതി എന്താ നോക്കാം. സമുന്നതി എന്താ നോക്കിയേ. പട്ടികജാതി വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി കുടുംബശ്രീ മിഷൻ പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? സമുന്നതി പദ്ധതി എന്ന് പറയുന്നത്. എന്താണ്? പട്ടികജാതി വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? സമുന്നതി എന്ന് പറയുന്നത്. ജില്ല എവിടെയായിരുന്നു ആരംഭിച്ചത്? പത്തനംതിട്ടയാണ്. പദ്ധതി ചിലവ് എത്രയാണ്? 78.52 ലക്ഷം രൂപയാണ്. എത്രയാണ്? 78.52 ലക്ഷം രൂപയാണ് കേട്ടോ. എന്താണ് KD സ്ട്രൈഡ് എന്ന് നോക്കാം. ശ്രദ്ധിച്ചേ. വികലാംഗർക്ക് താങ്ങാൻ സാധിക്കുന്ന വിലയിൽ സഹായക ഉപകരണങ്ങൾ നിർമ്മിക്കാനായിട്ട് സൃഷ്ടിക്കുന്നതിനുള്ള ഒരു സംരംഭമാണ് എന്ത് എന്ന് പറയുന്നത്? KD സ്ട്രൈഡ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് സ്ട്രൈഡ് എന്ന് നോക്കിയേ. എന്താണ് സ്ട്രൈഡ് എന്ന് നോക്കിയേ. സോഷ്യൽ ടെക്നോളജി ആൻഡ് റിസർച്ച് ഫോർ ഇൻക്ലൂസീവ് ഡിസൈൻ എക്സലൻസ് ആണ് എന്ത് എന്ന് പറയുന്നത്? സ്ട്രൈഡിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? സോഷ്യൽ ടെക്നോളജി ആൻഡ് റിസർച്ച് ഫോർ ഇൻക്ലൂസീവ് ഡിസൈൻ എക്സലൻസ് ആണ് എന്ത് എന്ന് പറയുന്നത്? സ്ട്രൈഡ് എന്ന് പറയുന്നത്. KD സ്ട്രൈഡ് എന്താണ്? വികലാംഗർക്ക് താങ്ങാൻ സാധിക്കുന്ന രീതിയിൽ അവരുടെ സഹായക ഉപകരണങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു സംരംഭമാണ് KD സ്ട്രൈഡ് എന്ന് പറയുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, അടുത്തതിലേക്ക് പോകാം. എന്താണ് മുക്തിയോദയം നോക്കാം. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഊർജം പകരാൻ കൊല്ലം സിറ്റി പോലീസ് കർമ്മ പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? ഈ മുക്തിയോദയം എന്ന് പറയുന്നത്. എന്താണ്? ലഹരിക്കെതിരായുള്ള പോരാട്ടത്തിന് ഊർജം പകരാൻ കൊല്ലം സിറ്റി പോലീസ് കർമ്മ പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? മുക്തിയോദയം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കിയേ, അടുത്ത നോക്കാം. ലഹരിക്ക് അടിമപ്പെട്ട് കൗൺസിലിംഗ് ആവശ്യമായി വരുന്ന സഹപാഠികൾ, യുവതി യുവാക്കൾ എന്നിവ സംബന്ധിച്ച് വിവരങ്ങൾ രഹസ്യമായി അറിയിക്കാൻ സാധിക്കുന്ന ഹെൽപ്പ് ലൈൻ ആണ് എന്ത് എന്ന് പറയുന്നത്? സഹായി എന്ന് പറയുന്നത് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ലഹരിക്ക് അടിമപ്പെട്ട് കൗൺസിലിംഗ് ആവശ്യമായി വരുന്ന സഹപാഠികൾ, യുവതി യുവാക്കൾ എന്നിവ സംബന്ധിച്ച് വിവരങ്ങൾ രഹസ്യമായി അറിയിക്കാൻ സാധിക്കുന്ന ഹെൽപ്പ് ലൈൻ ആണ് എന്ത് എന്ന് പറയുന്നത്? സഹായി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അടുത്ത നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. പാഠപുസ്തകങ്ങൾ, വിദ്യാഭ്യാസ സാമഗ്രികൾ തുടങ്ങിയവ കുറഞ്ഞ ചിലവിൽ അയക്കാൻ കഴിയുന്ന പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? ഗ്യാൻ പോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഗ്യാൻ പോസ്റ്റ്? എന്താണ് ഗ്യാൻ പോസ്റ്റ്? പാഠപുസ്തകങ്ങൾ, വിദ്യാഭ്യാസ സാമഗ്രികൾ തുടങ്ങിയവ കുറഞ്ഞ ചിലവിൽ അയക്കാൻ കഴിയുന്ന പോസ്റ്റ് ഓഫീസ് പദ്ധതി. ഒരു പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? ഗ്യാൻ പോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഗ്യാൻ പോസ്റ്റ്? മറക്കല്ലേ. അപ്പൊ നോക്കിയേ, അടുത്ത നോക്കിയേ. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാരിന്റെ സമഗ്ര സംരംഭമാണ് എന്ത് എന്ന് പറയുന്നത്? ജ്യോതി എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ജ്യോതി? എന്താണ് ജ്യോതി? ജ്യോതി പദ്ധതി എന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാരിന്റെ സമഗ്ര പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? ജ്യോതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മറക്കല്ല്. അടുത്ത നോക്കാം. തദ്ദേശ സ്ഥാപനങ്ങൾ അതാത് പ്രദേശത്തെ സ്കൂളുമായി ചേർന്ന് നടപ്പിലാക്കുന്നു എന്ത്? ഈ ജ്യോതി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി കേട്ടോ. തദ്ദേശ സ്ഥാപനങ്ങൾ അതത് പ്രദേശത്തെ സ്കൂളുകളുമായിട്ട് ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ജ്യോതി എന്ന് പറയുന്നത്. ജ്യോതി എന്ന പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? ജ്യോതി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കിയേ, അടുത്ത നോക്കിയേ. കുടിയേറ്റക്കാരുടെ കുട്ടികൾക്ക് ഭാഷാ പഠനത്തിന് സഹായിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? റോഷ്നി എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? കുടിയേറ്റക്കാരുടെ കുട്ടികൾക്ക് ഭാഷാ പഠനത്തിന് സഹായിക്കുന്ന മറ്റൊരു കേരള സർക്കാർ പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? റോഷ്നി എന്ന് പറയുന്നത് കേട്ടോ. ഇന്ന് നോക്കിയേ. കുടിയേറ്റ തൊഴിലാളികളെ മലയാളം പഠിക്കാൻ സഹായിക്കുന്ന കേരള സാക്ഷരതാ മിഷൻ പദ്ധതിയാണ് ഏത് എന്ന് പറയുന്നത്? ചങ്ങാതി എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? കുടിയേറ്റ തൊഴിലാളികളെ മലയാളം പഠിക്കാൻ സഹായിക്കുന്ന കേരള സാക്ഷരതാ മിഷൻ പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? ചങ്ങാതി എന്ന് പറയുന്നത്. നമ്മൾ ജ്യോതി കണ്ടു, റോഷ്നി കണ്ടു, ചങ്ങാതി കണ്ടു അല്ലെ. ഇനി നോക്കിയേ, എന്താണ് ഗോത്രഭേരി എന്ന് നോക്കിയേ. സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഗോത്ര പരിജ്ഞാന പരിവേക്ഷണം ചെയ്യുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? ഗോത്രഭേരി എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഗോത്ര പരിജ്ഞാന പര്യവേക്ഷണം ചെയ്യുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? ഗോത്രഭേരി എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. ഈ പദ്ധതി ആരംഭിച്ചത്
കേരള വനം വകുപ്പാണ് കേട്ടോ. ഏത് പദ്ധതി? ഗോത്രഭേരി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി ആരംഭിച്ചത് ആരാണ്? കേരള വനം വകുപ്പാണ് കേട്ടോ. ഇനി ശ്രദ്ധിച്ചേ, സ്ത്രീകളെ ഡിജിറ്റൽ സാക്ഷരതയെ കുറിച്ച് അറിയിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും സൈബർ ഭീഷണികളിൽ നിന്ന് സ്വയം സുരക്ഷിതരാകുന്നതിനുമുള്ള പരിശീലനം നൽകുന്നതിനുമായി ദേശീയ വനിതാ കമ്മീഷൻ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിനാണ് എന്ത് പറയുന്നത്? യശോദ എ എന്ന് പറയുന്നത്. എന്താണ് യശോദ AI എന്ന് പറയുന്നത്? എന്താണ് യശോദ എയുടെ ലക്ഷ്യം? എന്താണ്? സ്ത്രീകളെ ഡിജിറ്റൽ സാക്ഷരതയെ കുറിച്ച് അറിയിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും സൈബർ ഭീഷണികളിൽ നിന്ന് സ്വയം സുരക്ഷിതരാകുന്നതിനുമുള്ള പരിശീലനം നൽകുന്നതിനുമായി ദേശീയ വനിതാ കമ്മീഷൻ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിനാണ് എന്ത് എന്ന് പറയുന്നത്? യശോദ AI എന്ന് പറയുന്നത് കേട്ടോ. ഇനി ശ്രദ്ധിച്ചേ, ഉത്തർപ്രദേശിലെ റായ് ബറേലിയിൽ നിന്ന് ഈ ക്യാമ്പയിൻ ആരംഭിക്കും. ഏത് ക്യാമ്പയിൻ ആണ്? യശോദ എ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻ. എന്താണ്? ഉത്തർപ്രദേശിലെ റായ് ബറേലിയിൽ നിന്ന് ക്യാമ്പയിൻ ആരംഭിക്കും കേട്ടോ. നോക്കിയാൽ അടുത്ത നോക്കാം, ശ്രദ്ധിച്ചിരിക്കാം. എന്താണ് വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ എന്ന് നോക്കാം. ശ്രദ്ധിച്ചേ, ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകളെ കുറിച്ചും പുതിയ വിത്ത് ഇനങ്ങളെ കുറിച്ചും കർഷകരിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് എന്ന് പറയുന്നത്? വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകളെ കുറിച്ച് പുതിയ വിത്ത് ഇനങ്ങളെ കുറിച്ചും കർഷകരിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ എന്ന് പറയുന്നത് കേട്ടോ. ഇന്ന് നോക്കിയേ, ഈ ക്യാമ്പയിൻ നടക്കുന്നത് 2025 മെയ് 29, 2025 ജൂൺ 19 വരെയാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് അടുത്ത് നോക്കാം. വരെ ആയിരുന്നു. ശ്രദ്ധിച്ച് അടുത്ത് നോക്കാം. ഈ ക്യാമ്പയിനിലൂടെ കർഷകർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയും അതുവഴി കൃഷിയിൽ കൂടുതൽ ഉൽപാദനക്ഷമത കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഏത് പദ്ധതി വെച്ചിട്ട്? ഏത് പദ്ധതി കൊണ്ട്? 2025 മെയ് 29, 2025 ജൂൺ 19 വരെ നടത്തിയ എന്താണ് വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിന് വഴിയാണ് എന്ത് നടപ്പിലാക്കിയത്? കൃഷിയിൽ കൂടുതൽ ഉൽപാദനക്ഷമത കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന എന്താണ് കർഷകർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയും അതുവഴി എന്താണ് കൃഷിയിൽ കൂടുതൽ ഉൽപാദനക്ഷമത കൈവരിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയെ കുറിച്ചാണ് നമ്മളിപ്പം, ഒരു ക്യാമ്പയിനെ കുറിച്ചാണ് നമ്മളിപ്പം നോക്കിയത് അല്ലേ. നോക്കി അടുത്തെന്ന് നോക്കാം. 3 ലക്ഷം വീടുകളിലേക്ക് വായനാശാലകൾ മുഖേന പുസ്തകം എത്തിക്കുന്ന സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ഒരു പദ്ധതി ഏതാണെന്ന് നോക്കാം. വീട്ടിലേക്കൊരു പുസ്തകം. എന്താണ്? 3 ലക്ഷം വീടുകളിലേക്ക് വായനാശാലകൾ മുഖേന പുസ്തകം എത്തിക്കുന്ന സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ പദ്ധതിയാണ് എന്ന് പറയുന്നത്? വീട്ടിലേക്കൊരു പുസ്തകം എന്ന് പറയുന്നത്. ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറാണ് കേട്ടോ. അപ്പോ ശ്രദ്ധിച്ചേ, അടുത്തത് എന്താണ്? ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്ന് നോക്കാം. സംസ്ഥാനത്തെ അഴിമതിക്കെതിരെ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ വിജിലൻസിന്റെ പ്രത്യേക കർമ്മ പദ്ധതിയാണ് എന്ന് പറയുന്നത്? ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്ന് പറയുന്നത്. വിജിലൻസ് ഡയറക്ടർ ആരാണ്? യോഗേഷ് ഗുപ്തയാണ് കേട്ടോ. യോഗേഷ് ഗുപ്തയാണ്. ശ്രദ്ധിച്ചേ, അടുത്ത നോക്കാം. എന്താണ് നേർവഴി എന്ന് നോക്കിയേ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടി എക്സൈസ് വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത്? നേർവഴി എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സൈസ് വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത്? നേർവഴി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ശ്രദ്ധിച്ചേ, അധ്യാപകരെയും രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ചിന്തകൾ വളർത്താൻ ഇത് സഹായിക്കും. തീർച്ചയാണല്ലേ. എന്താണ്? അധ്യാപകരെയും രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ചിന്തകൾ വളർത്താൻ ഏത് സഹായിക്കും? ഈ നേർവഴി സഹായിക്കും അല്ലേ. നോക്കി ഇനി എന്താണ് വിമുക്തി എന്ന് നോക്കാം. വിമുക്തി സംസ്ഥാന എക്സൈസ് വകുപ്പ് ലഹരി വർജന മിഷൻ ആണ് എന്ന് പറയുന്നത്? വിമുക്തി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ശ്രദ്ധിച്ചേ, എന്താണ് ബ്രാൻഡ് എന്ന് നോക്കാം. എന്താണ് ജന ബ്രാൻഡ് എന്ന് നോക്കിയേ. സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഒരു പുതിയ ബ്രാൻഡാണ് ജന ബ്രാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനുള്ള
കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഒരു പുതിയ ബ്രാൻഡാണ് ജനബ്രാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ മുഖേനയാണ് ഏത് പദ്ധതി നടപ്പിലാക്കുന്നത്? ഈ ജനബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് നോക്കിയത്? 2025 കുറച്ച് പ്രധാനപ്പെട്ട സർക്കാർ പദ്ധതികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കിയത് അല്ലെ. അപ്പൊ എന്തിനാണ് ഈ കറണ്ട് അഫയർ നമ്മൾ പഠിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ കറണ്ട് അഫയർ പഠിക്കുന്നത്? നമുക്ക് ഒരു ജനറൽ നോളജ് ഉണ്ടാവണം. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് മത്സര പരീക്ഷകളിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് നല്ലപോലെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ജനറൽ അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിന് കറണ്ട് അഫയർ എത്രമാത്രം അറിഞ്ഞിരിക്കണം. അതായത് വിദ്യാർത്ഥികളാണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും ശരി, എന്താണ് കറണ്ട് അഫയർ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നവരാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള നോളജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അല്ലാത്തവരാണെങ്കിൽ നമ്മൾ എന്താണ്, ഒരു പൊതുബോധം, നമുക്ക് എല്ലാത്തിനെ കുറിച്ചുമുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടാവണം അല്ലെ. അപ്പൊ നമ്മൾ എല്ലാത്തിനെ കുറിച്ചും അവെയർ ആയിട്ടിരിക്കുക. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട്, കറണ്ട് അഫയർ ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചലഞ്ചർ ആപ്പിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ചലഞ്ചർ ആപ്പിന്റെ കോഴ്സുകൾ അത് കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.